ഇപ്പോഴാണ് വരുന്നത്. ഒരു മനുഷ്യൻ അവിടെ നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യും? അവിടെ നഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഇതിപ്പോ നഷ്ടപ്പെട്ടു, ആ മരം വീണ് നഷ്ടപ്പെട്ട അതും ഒരു ഇതാവില്ലേ? അതിന് അപ്പൊ തന്നെ വരണ്ടേ? അത് ഗവൺമെന്റ് അല്ലേ? തിരിഞ്ഞു നോക്കിയില്ല അവര്. ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു, അവര് വന്നില്ല. മാറി മാറി വിളിച്ചു, വന്നില്ല. അവിടെ ഒരു പിന്നെ ജീവൻ നഷ്ടപ്പെട്ട ഇവര് ഉത്തരവാദിത്തം പറയോ? ഇല്ലല്ലോ. ഈ ആന ആക്രമിക്കുന്ന ആനയാണ്. അപ്പോഴും പറയുന്ന ആന കുഴപ്പമില്ല മോനെ, പേടിക്കണ്ട. അങ്ങനെ ഈ പാവം കർഷകനാണ് പണിയും കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഈ വയലിൽ നിന്ന് ആന ചവിട്ടിക്കൂട്ടി ഇവനെ ആക്രമിക്കുന്നത്. ആ കൊലയാളി ആനനെ പിടിച്ച് ഇവര് തുരത്തണം. ഈ ഉദ്യോഗസ്ഥന്മാര് DCFO വന്നിട്ട് ആരും വന്നിട്ട് പറയുന്നത് എന്താ, മക്കളെ നിങ്ങൾക്ക് പേടിക്കണ്ട, സംരക്ഷിക്കാന്ന്. ഒരു ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതിന് പറയുന്നത് എന്താ പറയാ, നിങ്ങളെ ഇവിടെ ശല്യങ്ങളൊന്നുമില്ല, ആനവാച്ചർമാരുണ്ട്, ഇതാണല്ലോ ചെയ്യേണ്ട ആവശ്യങ്ങളല്ല. അപ്പൊ അതിനെ തുരത്തണം. ഈ ആനനെ മാറോട്ട് നിന്ന് പിടിച്ച് എവിടെ കൊണ്ട് തുരത്തി കളയണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രതിഷേധം ഞങ്ങൾ പിന്മാറുന്നത് ഒരു പ്രതീക്ഷയില്ല. ആനേനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ 3 ആളായി അതിക്രമിച്ച് കിടക്കുന്നത്. ഇത് 3ാമത്തെ ആളാണ്. ഒരേ വീട്ടിൽ 2 അതേസമയത്ത് ഇവൻ അന്ന് അതിക്രമിച്ചു. ഞങ്ങളെ പല തവണയായിട്ട് ഞങ്ങൾ ഫോറസ്റ്റുകാരോട് ഓരോ ദിവസവും ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ വരണം എന്ന് പറയും. ഇവർ ഇന്നലെ അവിടെ രാത്രി സംഭവിച്ചിട്ട് ഞങ്ങൾ ഒരു 8-10 കോള് വിളിച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ മൊത്തം ഞങ്ങൾ വിളിച്ചു, ഒരാളും വന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ഇന്നലെ DFO അവിടെ വന്ന സ്ഥലത്തിൽ ഒരു കോള് കൊണ്ട് ആ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള വണ്ടികൾ മൊത്തം അവിടെ എത്തി. അപ്പൊ ഞങ്ങൾ രാത്രി ആളെ കൊണ്ടുപോകാനോ ഒരു വാർഡത്തിന് ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വണ്ടിക്കാരോ വരാറില്ല. വന്നിട്ട് അവർ വരും. ഞങ്ങൾ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയാന്നറിയോ, അവിടെ നിന്ന് വന്നിട്ട് ഒരു 10 മിനിറ്റ് എന്നിട്ട് പറയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കഴിച്ചില്ല. അതേ വാട വന്നിട്ട് അവർ പോക്കങ്ങ് പോകും. അപ്പൊ ഞങ്ങൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ഈ ആനനെ ഓട്ടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നത്. എന്താണ് സ്ഥിരമായിട്ട് വരുന്ന വഴികളിൽ ഒരു ലൈറ്റ് പോലും ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവിടെ ഈ ബിജു എന്ന് പറഞ്ഞത് ഇവരെ ഏട്ടന്റെ മകനാണ്. അവന് തളർന്നു കിടപ്പായിട്ട് എത്ര വർഷമായി. ഒരു രാഷ്ട്രീയ പാർട്ടിയോ മറ്റോ ഒരു ഉദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. രാജുവിന് കുടുംബത്തിന് 50 ലക്ഷം രൂപ സ്ഥിരമായി മോന് ഒരു ജോലി, താൽക്കാലിക ജോലിയല്ല, സ്ഥിരമായ ജോലി. പിന്നെ എന്ന് പറഞ്ഞാല് ബിജു അവന്റെ ഏട്ടന്റെ മോനാണ് അരയ്ക്ക് തളർന്ന് കിടക്കുന്ന 5 വർഷമായി കിടക്കുന്നത്. അത് ആന തട്ടിയിട്ട് തന്നെയാണ്. അതായത് എന്റെ വീടിന് തൊട്ട് ഒരു വലിയൊരു വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിന് സമീപമാണ് ഇവനെ ആന തട്ടി ഇതാകുന്നത്. ഞാൻ കിടക്കുന്നത് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതന്നെ ജീവന സ്വത്ത് സംരക്ഷണം കിട്ടുക, 50 ലക്ഷം രൂപ പിന്നെ രാജുവിന് കുടുംബത്തിന് കൊടുക്കുക, രാജുവിന്റെ മോന് സ്ഥിരമായ ഒരു ജോലി കൊടുക്കുക. ഇന്നലെ കൊണ്ടുപോകാൻ സമിതി ഈ തീരുമാനം ഇല്ലെങ്കിൽ കൊണ്ടുപോകില്ല. പോകുന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് ജോലി കൊടുക്കാന്ന് പറയൂ, ഇവര് ബാക്കമ്മ തീരൂ. അതുകൊണ്ട് ഉറപ്പ് വേണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ദുസ്സഹമായിട്ടുള്ള സാഹചര്യം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം. വനം വകുപ്പിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് കേട്ടില്ലേ, നിരന്തരം വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആക്കുക, വന്ന് എന്താണെന്ന് പരിശോധിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിരന്തരം അനാസ്ഥയാണ് ഈ വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വകുപ്പ് മന്ത്രി തന്നെ രാജിവെച്ച് അടിയന്തരമായി മറ്റൊരു സംവിധാനം ചെയ്ത് ഈ ജനങ്ങളെ രക്ഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.